ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത്. നമുക്ക് പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി വിഷമിക്കേണ്ട, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചായക്ക് പലഹാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് അസുഖമായതുകൊണ്ട് സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ്. ഇപ്പോൾ 2 പഴമാണ് ഞാൻ എടുത്തത്. നന്നായി കറുത്ത പഴമാണ് കേട്ടോ എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം ഉണ്ടാവും പഴത്തിന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യണേ. ഇതുപോലെ റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. വലിയ പഴമായതുകൊണ്ടാണ് 2 പഴം എടുത്തത്. മീഡിയം പഴമൊക്കെ ആണെങ്കിൽ നിങ്ങൾ 3 എണ്ണം എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കഴിയുന്നതും ആവിയിൽ വെച്ച പലഹാരമാണ്. നമ്മൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് പലഹാരമായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും നല്ല ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ കുറച്ച് പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ആ നെയ്യിലൊന്ന് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഴം കട്ട് ചെയ്തിട്ട് ഞാൻ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുമ്പോഴേക്ക് നമുക്കതിലേക്ക് 1 കപ്പ് നാളികേരമാണ്, ഒരു അരമുറി നാളികേരമാണ് ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ നാളികേരം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നാളികേരം നല്ല ബ്രൗൺ നിറമൊന്നും ആവണ്ട. അതിൻ്റെ ആ ഈർപ്പൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അത്ര നേരം മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ആ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മധുരം വേണം. അതിനായിട്ട് കുറച്ച് മധുരമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏലക്ക ഇടുകയാണെങ്കിൽ, കുത്തി ഇടുകയാണെങ്കിൽ ഒരു 2 or 3 ഏലക്ക ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതും ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ പാനിൽ നിന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. കാരണം പാനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്ന് ബ്രൗൺ നിറം ആവും ആ ചൂടുകൊണ്ട്. അതുകൊണ്ട് ഞാനതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഒരു കോഴിമുട്ടേൻ്റെ മിക്സാണ് കേട്ടോ. അതിൽ 3 കോഴിമുട്ടയാണ് എടുത്തത്. ആ 3 കോഴിമുട്ട ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ നിങ്ങൾ നേരിട്ട് ഇട്ട് കൊടുത്താൽ മതി. 3 കോഴിമുട്ട ഒട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഇനി വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത്. പിന്നെ ഒരു പേരിന് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് മാത്രം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്ത് തീർത്താൽ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് ട്രേ ആണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേക്ക് ട്രേ ആണ് എടുത്തത്. അതിലേക്ക് ആദ്യം നമ്മൾ ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അവസാനം കൂട്ടി വെച്ച ആ കോഴിമുട്ടേൻ്റെ മിക്സ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നെയ്യ് തന്നെ ആയതുകൊണ്ട് ഈ കോഴിമുട്ടേൻ്റെ മിക്സ് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു പരത്തി ഇങ്ങനെ കളിക്കുന്ന കാണാൻ ഒരു ഫുള്ളായിട്ട് ഇല്ലാത്ത പോലെ. അപ്പോൾ നന്നായിട്ട് ആ പഴം ഇതുപോലെ റൗണ്ടാക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ പഴമൊക്കെ. അപ്പോൾ ആ മിക്സിൻ്റെ മുകളിലേക്ക് പഴം ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പം അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലെയർ നമ്മൾ ആ പഞ്ചസാരയും നാളികേരവും കൂടി ഉള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ, അവർക്ക് നല്ല ഇഷ്ടപ്പെടും.
അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യൊക്കെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഇവിടെ നെയ്യ് എടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് പഴമാണ് നിരത്തി പിന്നെയും വെച്ചൊക്കെ അടുത്ത ലെയറിലാക്കി പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ പഴം ഇനി അഥവാ ലെയർ തികഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ എല്ലാ പഴവും കൂടി എടുത്തിട്ട് വേസ്റ്റ് ആവും. ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. പിന്നെ നേരത്തെ വെച്ച നാളികേരം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിൽ അണ്ടിപ്പരിപ്പും നിങ്ങൾക്ക് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് റോസ്റ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് മുന്തിരി ഇട്ടിട്ടില്ല. അതിപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെയറും കൂടി പഴമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നാളികേരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 3 ലെയർ പഴം വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ ഫുള്ളായിട്ട് വെച്ചിട്ട് ബാക്കി നാളികേരം എല്ലാം ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ആ മുട്ടേൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഫില്ലാക്കണം. കംപ്ലീറ്റ് അത് ഫില്ലായിട്ട് ആ പഴത്തിൻ്റെ ആ ഇതിലൊക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ഈ ദോശക്കല്ല് ആദ്യം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇത് ഇറക്കി വെച്ചൊരു മൂടി കൊണ്ടൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് വേവാനുള്ള ടൈം കറക്റ്റ് ആവില്ല. അപ്പോൾ ചെറിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് നമ്മൾ മാവ് കുറച്ച് വണ്ണത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എന്നാലും ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആവട്ടോ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നത്. അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൽ കോഴിമുട്ടേൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് മനസ്സിലാവില്ല. ആ കോഴിമുട്ടേൻ്റെ ആ പച്ച സ്മെല്ലോ അല്ലെങ്കിൽ പഴത്തിൻ്റെ ആ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നല്ല ആ ഏലക്കേൻ്റെ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലാത്ത സമയത്തും നമുക്ക് അവർക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റുമാണ്. എണ്ണയിലൊന്നും മുക്കാത്ത പലഹാരമായതുകൊണ്ട് അവർക്ക് എപ്പം വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ അടിപൊളി വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാം ഒന്ന് കയറി കാണുക. അപ്പം അടുത്ത വീഡിയോയിൽ വരാം. കുറച്ച് ഞാൻ ഡിലേ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടത്. ഭയങ്കര അസുഖങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ. കുറച്ച് ചെറിയ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.